ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നമുക്ക് പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഒരു പെരുന്നാൾ സ്പെഷ്യൽ ആയിക്കോട്ടെ. എല്ലാ പെരുന്നാളിനും നമ്മൾ ബിരിയാണി, കഫ്സ, മന്തി ഇതൊക്കെ വെച്ച് മടുത്തുണ്ടാവുമല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്കിന്നൊരു പുതിയ ഐറ്റം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ചിക്കൻ മഖ്ലൂബ റൈസ്. ഇത് അറബികളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കിലോഗ്രാം ചിക്കനാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇത് അറബിക് മസാല പൗഡറാണ്. ഇനി ഒരു സവാള വട്ടത്തിൽ അരിഞ്ഞത്, 2 ടൊമാറ്റോ, 2 വഴുതന, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്, 2 ക്യാരറ്റ്, 2 പൊട്ടാറ്റോ, 2 ക്യാപ്സിക്കം. വെജിറ്റബിൾസ് എല്ലാം വട്ടത്തിലാണ് അരിഞ്ഞു വെക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ട സ്പൈസസ് ആണ്. അതിന് വേണ്ടി 4 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഒരു 5 കറാമ്പൂ, ഒരു ഡ്രൈ ലെമൺ, ഒരു 5 ഏലക്ക, 2 ബേ ലീഫ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു തക്കോലം. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സെല്ലയുടെ ബസ്മതി റൈസാണ്. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള ഒരു പാനാണ് അടുപ്പത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർക്കണം. ഡ്രൈ ലെമൺ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇതിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അറബിക് മസാല പൗഡർ ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ വിടാം. ഇനിയാണ് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ഈ ചിക്കൻ ഈ മസാലയിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ അങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർത്തിക്കാണ്, കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം.
പൊട്ടറ്റോ ഒക്കെ കുറഞ്ഞൊരു കട്ടിയിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പറ്റ നൈസായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്. ഈ റൈസിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിരുന്നു. ഇപ്പോൾ 4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് 6 കപ്പ് വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചിക്കനാണിത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അറബിക് മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല ചിക്കനിലേക്ക് പുരട്ടി വെക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുത്ത പാനിലേക്ക് തന്നെ 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഒരു പ്രാവശ്യം വേവിച്ചെടുത്ത ചിക്കനല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് റൈസിലേക്ക് ദം ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റിയാണ്. ഇപ്പോൾ ചിക്കൻ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവും. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ട് പാകത്തെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ പരത്തി വെക്കാം. അപ്പോൾ ആദ്യം പൊട്ടാറ്റോ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ ഞാൻ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും ചെയ്യാം. ഇനി ഇതിന് മുകളിൽ വേവിച്ച് വെച്ച റൈസ് കൂടി ഇട്ട് കൊടുക്കണം. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മക്ലൂബ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഇതിന് മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ് വേണ്ടത്. ദാ ഇതുപോലെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ റൈസൊക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന് ചുറ്റും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പതുക്കെ പൊക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മക്ലൂബ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ട്. നല്ല കളർഫുൾ റൈസാണ്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.